വർമ്മ മാൻഷനിൽ തന്റെ റൂമിനോട് ചേർന്നുള്ള ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു അക്ഷയ്. ഇവിടെ താൻ വന്നിട്ട് എന്നേക്ക് 3-ാം ദിവസം. തനിക്കു വേണ്ടി ഈ വീട് മാറി, ഇവിടുത്തെ ആളുകൾ പോലും മാറി. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇപ്പോൾ തന്റെ നിയമങ്ങൾക്കനുസരിച്ചാണ്. ഓഫീസും വീടും തന്റെ നിയന്ത്രണത്തിലാണ്. ബട്ട് അതിനിടയിൽ ഒരാൾ, കൃഷ്ണ. അവളെ ഓർത്തതും അവന്റെ ചുണ്ടിൽ വല്ലാത്തൊരു ചിരി വിരിഞ്ഞു. രാവിലെ ഗേറ്റ് കടന്ന് കൃഷ്ണ വരുന്നത് കണ്ടതും എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അക്ഷയ് താഴേക്ക് നടന്നു. കോഫി അടുക്കളയിൽ ധൃതി പിടിച്ച് ഓരോന്ന് ഒരുക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു അക്ഷയുടെ ഗൗരവം നിറഞ്ഞ ശബ്ദം ആ വീട്ടിൽ മുഴങ്ങിയത്. അവൾ ഒരു കപ്പിൽ കോഫി പകർന്ന് പുറത്തേക്ക് നടന്നു. ഷുഗർ കുറവാണ്. അവനൊരു സിപ്പെടുത്ത് കപ്പ് താഴെ വെച്ചു. തിരിഞ്ഞു നടക്കുന്നവളുടെ പിറകിൽ നിന്നും വിളിച്ചു പറഞ്ഞു. അവൾ ഒരു നിമിഷം നിന്നു. ഞാൻ മാറ്റിയെടുക്കാം സാർ. അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. വേണ്ട, ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ എണീറ്റ് അവൾക്കടുത്തേക്ക് വന്നു. കപ്പ് അവൾക്ക് നേരെ നീട്ടി. നീ തന്നെ ട്രൈ ചെയ്തു നോക്ക്. അവളൊന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. വേണ്ട സാർ, ഞാൻ വേറെ എടുക്കാം. നോ, നിനക്കിത് ടേസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അവൻ്റെ ശബ്ദം കനത്തു. മുഖത്ത് ഗൗരവം നിറഞ്ഞു. ഇല്ല സാർ. അവൾ പെട്ടെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് കപ്പ് എടുത്തൊരു സിപ്പ് ചെയ്തു. അവൻ കുടിച്ചതിൻ്റെ ബാക്കി കുടിക്കാൻ അവൾക്ക് വല്ലാതെ തോന്നി. ഇല്ല സാർ, ഷുഗർ ശരിയാണല്ലോ. അവൻ അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി. അപ്പോ ഞാൻ പറഞ്ഞത് തെറ്റാണെന്നാണ് പറയുന്നത്? അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. അവൾക്കൊരു നിമിഷം തെന്നിൽ ഒരു വിറയൽ കടന്നു പോകുന്നത് പോലെ തോന്നി. പക്ഷേ അവൾ മുഖം കുനിക്കാതെ അവനെ തന്നെ നോക്കി. അല്ല സാർ, ഞാൻ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു. അത് കേട്ടതും അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. ആ ചിരിയിൽ അടങ്ങിയിരിക്കുന്ന ഭാവം എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഓവർ കോൺഫിഡൻസ് ഡേഞ്ചറസ് ആണ് കൃഷ്ണ. അത് കേട്ടതും അവളുടെ മുഖം കുനിഞ്ഞു. സെൽഫ് റെസ്പെക്ട് ഡേഞ്ചറസ് അല്ല സാർ. അവനെ നോക്കാതെ പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞതും അവൻ്റെ മുഖം ഒന്ന് മങ്ങി. അവനൊന്നും മിണ്ടാതെ കപ്പെടുത്ത് ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. നാളെ മുതൽ ബ്രേക്ക്ഫാസ്റ്റ് മെനു ഞാൻ ഡിസൈഡ് ചെയ്യും. അത്രയും പറഞ്ഞ് അവളെ ഒന്ന് നോക്കി അവൻ പുറത്തേക്ക് പോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ലൈഫിൽ തനിക്ക് ആകെയുണ്ടായിരുന്ന സന്തോഷം കൂടി തന്നിൽ നിന്നും അകന്നു പോകുന്നത് പോലെ തോന്നി അവൾക്ക്. ഓഫീസിലെത്തിയതും എല്ലാവരെയും കോൺഫറൻസ് റൂമിലേക്ക് വിളിച്ചു. അക്ഷയ് അകത്തേക്ക് വന്നതും അവൾ മുഖം കുനിച്ചു. കമ്പനി റിസ്ട്രക്ചറിങ് തുടങ്ങുന്നു. അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിലെ ഫുൾ ഓഡിറ്റ് എല്ലാ ഫയൽസും ഇന്ന് വൈകുന്നേരത്തിന് മുൻപ് എൻ്റെ ടേബിളിൽ വേണം. അത് കേട്ടതും കൃഷ്ണൻ ഞെട്ടലോടെ അവനെ നോക്കി. അത്രയും വലിയൊരു ജോലി അവൻ പറയുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. സർ, ഇന്നേക്ക് ഇമ്പോസിബിളാണ്, ഒരു സീനിയർ സ്റ്റാഫ് പറഞ്ഞതും അവൻ ഗൗരവം നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി. ഇമ്പോസിബിൾ എന്നൊരു വാക്ക് ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതും പറഞ്ഞവൻ ആരെയും നോക്കാതെ പുറത്തേക്ക് പോയി. ഇന്ന് രാത്രി വരെ ഇരുന്നാൽ മാത്രമേ അത് പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ. കൃഷ്ണ മനസ്സിൽ കണക്കുകൂട്ടി. രാത്രി 7 മണി കഴിഞ്ഞു. മിക്കവരും പോയി. കൃഷ്ണയ്ക്ക് കുറച്ചധികം വർക്കുകൾ ഉള്ളതുകൊണ്ട് തന്നെ അവൾ ഫയലുകൾ ക്രമീകരിച്ചിരുന്നു. അക്ഷയ് ക്യാബിനിൽ നിന്നും പുറത്തു വന്നപ്പോൾ കാണുന്നത് ധൃതിയിൽ ഓരോന്ന് ചെയ്തു തീർക്കുന്നവളെയാണ്. അവൻ കുറച്ചു നേരം അവളെ നോക്കി. നീളമുള്ള മുടി ചുമലിലൂടെ ഒഴുകി കിടക്കുന്നു. വിടർന്നു നീണ്ട മെയ്കൾ ക്ഷീണം കൊണ്ടെന്ന പോലെ കുറച്ച് ചുവന്നിരിക്കുന്നു. ഇനിയും പോയില്ലേ? അക്ഷയുടെ ഗൗരവം നിറഞ്ഞ ശബ്ദം കേട്ടതും അവൾ മുഖമുയർത്തി നോക്കി. ഫയൽസ് കംപ്ലീറ്റ് ആയില്ല സാർ. നീ ഒറ്റയ്ക്കാണോ? അതെ. അവൻ അവളുടെ ക്ഷീണം നിറഞ്ഞ മുഖത്തേക്ക് ഒന്ന് നോക്കി. വൈ ആർ യു ഡൂയിങ് ദിസ് മച്ച്? അവൾ തലയുയർത്തി അവനെ നോക്കി. എനിക്ക് ഈ ജോലി തന്നത് നിങ്ങൾ തന്നെയാണ് സാർ. ഫിയർ, റെസ്പോൺസിബിലിറ്റി. അത് കേട്ടതും അവൻ്റെ മുഖമൊന്ന് ചുളിഞ്ഞു. കയ്യിലിരുന്ന ഫയൽ ടേബിളിൽ വെച്ച് ഷെൽഫിലിരിക്കുന്ന ഫയൽ എടുക്കാനായി അവൾ തിരിഞ്ഞതും പിറകിലിരിക്കുന്ന ചെയറിൽ തട്ടി അവൾ താഴേക്ക് വീഴാനാനതും അതേ നിമിഷം അവളുടെ കൈകളിൽ പിടുത്തം വീണിരുന്നു. അവൾ പകപ്പോടെ അവനെ നോക്കി. അവളുടെ ഹൃദയം ശക്തമായി മിടിച്ചു. ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളുമായി കൊരുത്തു. അവൻ്റെ സാമീപ്യം അവളിൽ വിറയൽ പടർത്തി. കെയർഫുൾ. താങ്ക് യു സർ. അതും പറഞ്ഞവൾ അവനിൽ നിന്നും കൈകൾ പിൻവലിച്ചു. അവൻ തിരിഞ്ഞു നടന്നു. കൃഷ്ണ വീട്ടിലെത്തുമ്പോൾ
സമയം 8 മണിയോടടുത്തിരുന്നു. അകത്തേക്ക് കയറിയതും കണ്ടു, തന്നെയും പ്രതീക്ഷിച്ചിരുന്ന പോലെ ഇരുണ്ട മുഖവുമായി പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ചെറിയമ്മയും അടുത്തു തന്നെ അച്ഛനും. എന്തേ ഇത്രയും വൈകി, എവിടെയായിരുന്നു നീ? അവളെ കണ്ടതും അവർ കലിതുള്ളി. ഞാൻ ഓഫീസിൽ. ഓഫീസ് ജോലിയല്ലാതെ വേറെ എവിടെ പോയി നീ? അവരുടെ വാക്കുകളിൽ സംശയം നിറഞ്ഞു. ഞാൻ എവിടെയും പോയില്ല. അവളുടെ ശബ്ദം നേർത്തുപോയി. എങ്ങനെ പറയാൻ കഴിയും? ആ അമ്മയുടെയല്ലേ മോള്. അതല്ല, അതിനപ്പുറവും ചെയ്യും. അവൾക്ക് നെഞ്ചിലെന്തോ കുത്തിയിറക്കിയതുപോലെ തോന്നി. അവൾ കണ്ണുകൾ ഇറുകെ ചിമ്മി. ഓർമ്മ വെച്ച നാൾ തൊട്ടേ കേൾക്കുന്നൊരു വാക്ക്. അവൾ തൊട്ടടുത്തിരിക്കുന്ന അച്ഛനെ നോക്കി. അയാൾ അവളെ ശ്രദ്ധിക്കാത്ത പോലെയിരുന്നു. അച്ഛനൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും കൃഷ്ണയുടെ കണ്ണ് നിറഞ്ഞു. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാൻ അമ്മയെപ്പോലെയല്ല. അമ്മയെപ്പോലെ ഞാൻ ഒരിക്കലും ആകില്ല. അവളുടെ ശബ്ദം ഇടറി. ആദ്യമായി അവൾ അവർക്കു നേരെ തിരിച്ചു പറഞ്ഞു. അച്ഛന്റെ ദേഷ്യം നിറഞ്ഞ മുഖം കണ്ടതും അവൾ കണ്ണുകൾ അമർത്തി തുടച്ച് റൂമിലേക്ക് നടന്നു. പിറകിൽ നിന്നും ഉച്ചത്തിൽ ചെറിയമ്മ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. അതേസമയം അക്ഷയ് തന്റെ ലാപ്ടോപ്പ് ഊക്കോടെ അടച്ചു. അവന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും അവളുടെ മുഖം തെളിഞ്ഞു വന്നു. വൈ ഡസ് ഷീ എഫക്ട് മീ? അവൻ സ്വയം ചോദിച്ചു. തന്റെ ജീവിതത്തിൽ താൻ ഒരാളെയും ശ്രദ്ധിച്ചിട്ടില്ല. ബട്ട് ഇപ്പോൾ അവളുടെ ധൈര്യം, ഉറച്ച ശബ്ദം. അവൻ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. അടുത്ത ദിവസം ഓഫീസിലെത്തിയതും അവൻ HR-നെ വിളിച്ചു. കൃഷ്ണയുടെ പേഴ്സണൽ ഫയൽ കൊണ്ടുവരൂ. എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവന്റെ മുഖം ശാന്തമായിരുന്നു. HR കൊണ്ടുവന്ന ഫയൽ അക്ഷയ് ടേബിളിൽ വെച്ചു. അവനത് തുറന്നു നോക്കി. അവന്റെ മുഖത്ത് ക്രൂരമായ ഒരു ചിരി വിരിഞ്ഞു. അവൻ ആ ഫയൽ HR-ന് നേരെ നീട്ടി. ഈ ഫയൽ കോൺഫിഡൻഷ്യലായി തന്നെ വേണം. പിന്നെ ഇന്നത്തെ മീറ്റിംഗിൽ കൃഷ്ണയെ ഇൻക്ലൂഡ് ചെയ്യരുത്. അയാൾ അമ്പരന്ന അക്ഷയെ നോക്കി. സർ, ജസ്റ്റ് ഡു ഇറ്റ്. അവന്റെ ശബ്ദം ഉയർന്നു. എന്തു പറ്റി നീ മീറ്റിംഗിന് വരാതിരുന്നത്? ഗൗരി വന്ന് അവൾക്കടുത്തിരുന്നു. മീറ്റിംഗോ? ആ, റീസ്ട്രക്ചറിംഗ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. നീ അറിഞ്ഞില്ലേ? എല്ലാവരും ഉണ്ടായിരുന്നു, നീ മാത്രമില്ല. അത് കേട്ടതും അവൾക്ക് വല്ലാതെ തോന്നി. അവൾ എണീറ്റ് അക്ഷയുടെ ക്യാബിനിലേക്ക് നടന്നു. ഡോർ നോക്ക് ചെയ്ത് പുറത്തു നിന്നു. യെസ്. അവന്റെ അനുവാദം കിട്ടിയതും അവൾ അകത്തേക്ക് കയറി. അവളെ കണ്ടതും അവന്റെ മുഖത്തൊരു ചിരി വിരിഞ്ഞു. സർ, ഇന്ന് മീറ്റിംഗ് നടന്നോ? യെസ്, ബട്ട് സർ എന്നെ വിളിച്ചില്ല. സീനിയർ ഡിസ്കഷൻ ആയിരുന്നു. സർ, ഞാനും അക്കൗണ്ട് ടീമിൽ തന്നെയല്ലേ? സ്റ്റിൽ ജൂനിയർ. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ സർ? അവളുടെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞു. അവൻ അവൾക്ക് നേരെ നിന്ന് ഇരുകൈകളും മാറി പിണച്ചു കെട്ടി അവളെ നോക്കി. പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് അൺസ്റ്റേബിളായ ആളുകൾക്ക് പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അവളൊരു നിമിഷം നിശബ്ദമായി. പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട്. അവളുടെ സ്വരം വിറച്ചു. സർ, എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ജോലിയെ ബാധിക്കില്ലല്ലോ. അത് കേട്ടതും അവനിൽ ഒരു ചിരി വിരിഞ്ഞു. ലെറ്റ്സ് സീ. ആ നിമിഷം അവൾക്ക് മനസ്സിലായി, അവൻ അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അവൻ തന്റെ പാസ് അറിഞ്ഞിരിക്കുന്നു. അവൾക്ക് അവന്റെ മുൻപിൽ നിൽക്കാൻ വല്ലാത്ത അപമാനം തോന്നി. സർ, എന്റെ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് അൺസ്റ്റേബിൾ ആണെങ്കിൽ അതിനെ സ്റ്റേബിൾ ആക്കാൻ ഞാൻ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ആ റീസൺ പറഞ്ഞ് സാർ എന്നെ കാണരുത്. അവന്റെ മുഖത്ത് നോക്കി അവൾ ഉറപ്പോടെ പറഞ്ഞു. അത് കേട്ടതും അവന്റെ മുഖം ചുവന്നു. കണ്ണുകൾ തീക്ഷ്ണമായി. തനിക്ക് തോന്നുന്നുണ്ടോ തന്നെ ഞാൻ അത് വെച്ച് കമ്പയർ ചെയ്യുന്നു എന്ന്? എനിക്ക് തോന്നിയത് പറഞ്ഞതേ ഉള്ളൂ സർ. അവന്റെ കണ്ണുകൾ പുറത്തേക്ക് പോയി. മുഖം വലിഞ്ഞു മുറുകി. ക്ലാസ് ക്യാബിനിന് പുറത്ത് ചില സ്റ്റാഫുകൾ നോക്കി നിൽക്കുന്നു. ആർക്കും തന്നോട് ഇങ്ങനെ സംസാരിക്കാനുള്ള ധൈര്യം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അവൻ പതിയെ ചെയറിൽ നിന്ന് എണീറ്റ് മേശയുയർത്തി അവൾക്ക് മുൻപിൽ വന്നു നിന്നു. ലിസൺ കെയർഫുള്ളി കൃഷ്ണ. ഇവിടെ ഇമോഷൻസ് കൊണ്ടല്ല, റൂൾസ് കൊണ്ടാണ് ആളുകൾ സർവൈവ് ചെയ്യുന്നത്. റൂൾസ് എല്ലാവർക്കും ഒരുപോലെയാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല സർ. അവളുടെ ഉറച്ച ശബ്ദം ഒരു നിമിഷം അവനെ നിശബ്ദനാക്കി. ഫൈൻ. അവൻ ഫയലെടുത്ത് അവൾക്ക് മുൻപിൽ വെച്ചു. ഫുൾ ഓഡിറ്റ് റിപ്പോർട്ട്, 3 years ഡാറ്റ, ടുമോറോ മോർണിംഗ് 8 AM.
എലോൺ പ്രസന്റേഷൻ ടു മീ. അവൾ ഞെട്ടി അവനെ നോക്കി. സർ, അത് ഇമ്പോസിബിൾ ആണ്. അവൻ ചെറുതായി ചിരിച്ചു. ഇമ്പോസിബിൾ എന്ന വാക്ക് ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല കൃഷ്ണ. റിമംബർ. അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു, ഇതവൻ തനിക്ക് തരുന്ന പണിഷ്മെന്റാണ്, അവനോട് എതിർത്ത് സംസാരിച്ചതിന്. ഓക്കെ സർ. അവൾ ഫയൽ കയ്യിലെടുത്ത് അവനെ നോക്കി തിരിഞ്ഞു നടന്നു. അവന്റെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു. രാത്രി 9 മണി. അക്കൗണ്ട് സെക്ഷനിൽ മാത്രം ലൈറ്റ് തെളിഞ്ഞിരിക്കുന്നു. മുൻപിൽ ഒരുപാട് ഫയലുകൾ അടുക്കി വെച്ച് അവൾ ഓരോന്നായി ധൃതി പിടിച്ചു നോക്കി. കണ്ണുകൾ വല്ലാതെ വേദനിക്കുന്നു. എന്നിട്ടും വാശി പോലെ അവൾ ഓരോ പേജും മറിച്ചുകൊണ്ടിരുന്നു. ഒരു കാറ്റ് വീശിയതും ജനൽ അല്പം ശബ്ദത്തോടെ തുറന്നു. അവളൊന്ന് ഭയന്നുപോയി. ക്യാബിൻ ഡോർ തുറന്ന് അക്ഷയ് ഇറങ്ങിയതും കണ്ണുകൾ നേരെ അവളിലേക്ക് പോയി. താൻ ഇനിയും പോയില്ലേ? റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്യണം സർ, അവൾ അവനെ നോക്കാതെ പറഞ്ഞു. അവൻ കുറച്ചുനേരം അവളുടെ മുൻപിൽ നിന്നു. നിനക്ക് വീട്ടിൽ കാത്തിരിക്കാൻ ആരുമില്ലേ? അവന്റെ സ്വരത്തിൽ പരിഹാസം നിറഞ്ഞു. ഒരു നിമിഷം അവൾ മിണ്ടാതെ നിന്നു. കാത്തിരിക്കുന്നവർക്ക് ഞാൻ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ മാത്രമേ കാത്തിരിക്കൂ സർ. ആ മറുപടിയിൽ അവന്റെ മുഖം ഒന്ന് മങ്ങി. യുവർ ഫാദർ? അവൾ ചെറുതായി ഒന്ന് ചിരിച്ചു. അവർക്ക് ഞാൻ റെസ്പോൺസിബിലിറ്റിയാണ്, പ്രയോറിറ്റി അല്ല സർ. ഒരു നിമിഷം മൗനമായി നിന്ന് അക്ഷയ് തിരിഞ്ഞു പോകാൻ തുടങ്ങി. പിന്നെ ഒന്ന് തിരിഞ്ഞ് അവളെ നോക്കി. ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട. ഉടനെ തന്നെ അവളുടെ മറുപടി വന്നു. വൈ? അത് ഞാൻ സ്വീകരിച്ചാൽ ഓവ് ചെയ്ത പോലെ തോന്നും. അവന്റെ കണ്ണുകളൊന്ന് തിളങ്ങി. സെൽഫ് റെസ്പെക്ട് അഗൈൻ? ഓൾവേസ്. രാത്രി ഏറെ വൈകിയിരുന്നു വീട്ടിലെത്തുമ്പോൾ. വാതിൽ തുറന്ന ഉടൻ ചെറിയമ്മയുടെ ശബ്ദമുയർന്നു. ഇത്രയും നേരം ആരുടെ കൂടെയായിരുന്നു? ആരോടൊപ്പമാ നീ വന്നേ? ഞാൻ ഓഫീസിലായിരുന്നു. ഓഫീസിലാണോ അതോ മറ്റെവിടെയെങ്കിലും? അവരൊരു വശലൻ ചുവയോടെ അവളെ നോക്കി. അവൾ അവരെ തുറിച്ചു നോക്കി. മതി ചെറിയമ്മേ, എന്റെ അമ്മ എന്ത് ചെയ്താൽ ഞാൻ അങ്ങനെയല്ല. ആ കണ്ണോടെ എന്നെ കാണരുത്. അവളുടെ ശബ്ദം ഉയർന്നു. ശബ്ദമുയർത്തണ്ട. അച്ഛൻ എഴുന്നേറ്റ് അവൾക്ക് മുൻപിൽ വന്നു. എന്നെ വിശ്വാസമില്ലാത്ത വീട്ടിൽ ഞാൻ എങ്ങനെ ജീവിക്കും അച്ഛാ? അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ കവിളിലൂടെ ഒലിച്ചിറങ്ങി. അയാളൊന്നും മിണ്ടാതെ അവളെ ദേഷ്യത്തോടെ നോക്കി. ജോലി പോയാൽ എനിക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ലെന്ന് പറഞ്ഞില്ലേ? എനിക്കൊരിക്കലും ജോലി പോകില്ല, ഉറപ്പോടെ പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് കയറിപ്പോയി. കണ്ടില്ലേ ഒരുമ്പെട്ടവളുടെ അഹങ്കാരം? പിറകിൽ നിന്നും ചെറിയമ്മയുടെ വാക്കുകൾ അവളുടെ ചെവിയിൽ തുളച്ചുകൊണ്ടിരുന്നു. അവൾ വാശിയോടെ കണ്ണുകൾ അമർത്തി തുറച്ചു. കോൺഫറൻസ് റൂമിൽ പ്രൊജക്ടർ ഓൺ ചെയ്ത് അക്ഷയ് അതിനു മുൻപിൽ കസേരയിൽ ഇരുന്നു. കൂടെ മറ്റാരുമില്ല. പതിയെ വാതിൽ തുറന്ന ശബ്ദം കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി. കൃഷ്ണ കണ്ണും മുഖവും ചുവന്നിരുന്നു. എങ്കിലും മുഖത്ത് ആത്മവിശ്വാസം നിറഞ്ഞു നിന്നിരുന്നു. റെഡി? റെഡി സർ. പ്രസന്റേഷൻ തുടങ്ങി. ഡേറ്റയിൽ ഇറർ കറക്ഷൻസ്, ഹിഡൻ ഫിനാൻഷ്യൽ ലീക്കേജ്. അക്ഷയുടെ മുഖം പതിയെ മാറി. ഇതാരാണ് ഡിറ്റക്ട് ചെയ്തത്? ഞാൻ. 3 ഇയർ ആയിട്ട് മറ്റാരും കാണാത്തത് നീ എങ്ങനെ കണ്ടു? ബിക്കോസ് ഞാൻ ജൂനിയർ അല്ല സർ, ഞാൻ സീരിയസ്ലി ജോലി ചെയ്യുന്ന ഒരാളാണ്. അവൾ അവന്റെ മുഖത്ത് നോക്കി ഒട്ടും പതറാതെ പറഞ്ഞു. അവനൊരു നിമിഷം മൗനമായി നിന്നു. പിന്നെ പതിയെ എണീറ്റ് അവൾക്കടുത്തേക്ക് വന്നു. ഇംപ്രസീവ്? അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. അവനിങ്ങനെ ഒരു വാക്ക് പറയുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അതേ നിമിഷം അവന്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. ബട്ട് ഇത് നിന്റെ പ്രൊമോഷൻ ഗ്യാരണ്ടി ചെയ്യില്ല. അവൾ മുഖമുയർത്തി അവനെ നോക്കി. ഇത് ഞാൻ ഒരു പ്രൊമോഷന് വേണ്ടി ചെയ്തതല്ല സർ. പിന്നെ? അവന്റെ കണ്ണുകൾ അവൾക്ക് നേരെ ചുരുങ്ങി. പ്രൂവ് ചെയ്യാം. എന്ത്? എന്റെ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് അൺസ്റ്റേബിൾ ആണെങ്കിലും ഞാൻ അൺസ്റ്റേബിൾ അല്ല സർ. അക്ഷയ് ഒന്നും പറയാതെ അവളെ സൂക്ഷിച്ചു നോക്കി. അവളുടെ കണ്ണുകളിൽ ഒരു വേദന നിഴലിക്കുന്നത് പോലെ തോന്നി അവന്. പക്ഷേ അവന്റെ ഉള്ളിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉടലെടുത്തു. അവളുടെ പേഴ്സണൽ ഫയലിൽ താൻ കണ്ട ഒരു പേര്, മാധവി. കൃഷ്ണ? അവന്റെ സ്വരം സൗമ്യമായി.
നിന്റെ അമ്മയുടെ പേര് മാധവി എന്നാണോ? അവളുടെ ശ്വാസം നിശ്ചലമായി. അതെ സർ. അവളുടെ കൈകൾ ടേബിളിൽ മുറുകി. അവന്റെ കണ്ണുകൾ ചുവന്നു. അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. ഇൻട്രസ്റ്റിംഗ്. അവന്റെ സ്വരം മുറുകി. അവൾ അവനെ ഒന്നും മനസ്സിലാവാതെ നോക്കി. സർ, നിങ്ങൾക്ക് എൻ്റെ അമ്മയെ അറിയാമോ? അവളുടെ സ്വരം കൂടുതൽ പതിഞ്ഞുപോയി. അവൻ പതിയെ അവൾക്കടുത്തേക്ക് ചുവട് വെച്ചു. അവന്റെ ചുവന്ന മുറുകിയ മുഖം കണ്ടതും കൃഷ്ണ പിറകിലേക്ക് നീങ്ങി. പിന്നിലേക്ക് നീങ്ങാൻ സ്ഥലമില്ലാതെ അവൾ ഭിത്തിയിൽ ഇടിച്ചു നിന്നു. ഇനിയും പിറകിലേക്ക് നീങ്ങാൻ കഴിയാതെ അവൾ അവനെ പകപ്പോടെ നോക്കി. അക്ഷയ് അവൾക്കിരുവശവും കൈകൾ ചുവരിലേക്ക് കുത്തി അവളെ ലോക്ക് ചെയ്തു. അവന്റെ ശ്വാസം അവളുടെ മുഖത്ത് തട്ടി. അവളുടെ ശ്വാസം വേഗത്തിലായി. നിന്റെ അമ്മ. അവന്റെ ശബ്ദം നേർത്തു. ഒരുപാട് ജീവിതങ്ങൾ തകർത്തവളാണ്. സ്റ്റോപ്പ് ഇറ്റ്, അവൾ അസഹിഷ്ണുതയോടെ പറഞ്ഞു. എന്ത് പറ്റി കൃഷ്ണ? ട്രൂത്ത് ഹേർട്ട് ചെയ്യുന്നുണ്ടോ? അവന്റെ മുഖത്ത് പരിഹാസം നിറഞ്ഞു. ഇനിയൊന്നും പറയരുത്. അവളുടെ കണ്ണുകൾ അവന് നേർക്ക് കൂർത്തു. പറയും. അവന്റെ കണ്ണുകൾ ചുവന്നു. മുഖം വിറച്ചു. പറയും കൃഷ്ണ. കാരണം അവരാണ് എൻ്റെ കുടുംബത്തെയും. അവൻ പെട്ടെന്ന് എന്തോ ഓർത്തെന്ന പോലെ നിർത്തി. കൃഷ്ണയുടെ കണ്ണുകൾ നിറഞ്ഞു. മുഖം കുനിഞ്ഞു. എൻ്റെ അമ്മ എന്ത് തെറ്റ് ചെയ്താലും അതെൻ്റെ തെറ്റല്ല സർ. അവൾ നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. അക്ഷയ് അവളുടെ വേദന നിറഞ്ഞ മുഖത്തേക്ക് നോക്കി. അവളുടെ നിശ്വാസം അവന്റെ നെഞ്ചിൽ തട്ടി. അവന്റെ കൈ അവളുടെ കണ്ണുനീർ ഒലിച്ചിറങ്ങിയ കവിളിലേക്ക് നീണ്ടു. പെട്ടെന്ന് അവൻ കൈ താഴ്ത്തി. നീ അവരെപ്പോലെ ആവരുത് കൃഷ്ണ. ആദ്യമായി അവന്റെ സ്വരത്തിൽ സൗമ്യത കലർന്നു. അവളൊന്ന് മന്ദഹസിച്ചുകൊണ്ട് അവനെ നോക്കി. ഞാൻ എങ്ങനെയായാലും നിങ്ങൾക്കെന്താണ് സർ? ആ ചോദ്യത്തിൽ അവനൊന്ന് പകച്ചുപോയി. അവൻ പെട്ടെന്ന് പിന്നോട്ട് മാറി. മുഖത്ത് ഗൗരവം നിറഞ്ഞു. നാളെ മുതൽ നീയാണ് പുതിയ പ്രൊജക്ട് ലീഡ് ചെയ്യുന്നത്. സർ, ഞാൻ ഹൈ പ്രഷർ ബിഗ് ക്ലയൻസ്. അതിൽ നീ ഫെയിലാണെങ്കിൽ ഈ ജോലി പിന്നെ നിനക്കുണ്ടാവില്ല. ദെൻ സക്സസ് ആണെങ്കിൽ ലെറ്റ്സ് സീ. അവന്റെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു. വൈകുന്നേരം ഓഫീസിലെ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ അവൻ വന്നതിൽ പിന്നെ നടന്നതെല്ലാം ഓർത്തെടുത്തു. എന്തിനാ അയാൾ ഇങ്ങനെ? അതും തന്നോട് മാത്രം. അമ്മയെ അയാൾക്ക് എങ്ങനെ അറിയാം? പിന്നിൽ ഒരു സാമീപ്യം അറിഞ്ഞതും അവൾ തിരിഞ്ഞു. താൻ പോയില്ലേ? അവന്റെ സ്വരത്തിൽ മുൻപത്തേക്കാൾ കൂടുതൽ ഗൗരവം നിറഞ്ഞു. റിപ്പോർട്ട് ഫിനിഷ് ചെയ്യണം സാർ. ലേറ്റാകും. അവൻ പുറത്തേക്ക് മെയ്നട്ടു. എനിക്കിപ്പോൾ അത് പതിവാണ് സാർ. അവൻ തിരിഞ്ഞവളെ നോക്കി. ചെറിയ കാറ്റിൽ മുടി അവളുടെ മുഖത്ത് പാറി വീണിരിക്കുന്നു. ആരോ വരച്ചു വെച്ചതുപോലെ. അത്രയും ഭംഗിയിലൊരു പെണ്ണ്. അവന്റെ ഹൃദയമിടിപ്പ് കൂടി. അവൻ പതിയെ അവളുടെ മുഖത്തെ മുടി മാറ്റി. അവന്റെ കൈകൾ അവളുടെ കവിളിൽ സ്പർശിച്ചതും അവളൊരു ഞെട്ടലോടെ അവനെ നോക്കി. സർ. അവൻ പെട്ടെന്ന് കൈ പിൻവലിച്ചു. അവളെ നോക്കുക പോലും ചെയ്യാതെ കാറ്റ് പോലെ പുറത്തേക്ക് പോയി. അവൻ പോയ വഴിയെ നോക്കി അവൾ പകച്ചു നിന്നു. രാത്രി അക്ഷയ് ഡ്രോയർ തുറന്നു. ഒരു പഴയ ഫോട്ടോ എടുത്ത് അതിലേക്ക് നോക്കി. അതിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന സുന്ദരിയായ ഒരു പെണ്ണിന്റെ ഫോട്ടോയായിരുന്നു. അതിന്റെ പിന്നിൽ ഒരു പേരെഴുതിയിരുന്നു. മാധവി. അവൻ ആ ഫോട്ടോ മുറുകെ പിടിച്ചു. വൈ ഡിഡ് യു കം ബാക്ക് ഇൻ ടു മൈ ലൈഫ് ത്രൂ ഹെർ?